ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഇലയിൽ ചക്കയപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഈ ഇലയ്ക്ക് നിങ്ങൾ എന്താ പറയുക? ഈ ഇല എന്താ ഇലയെന്ന് മനസ്സിലായോ? ഇതിൻ്റെ ഡ്രൈഡ് ഇലേനെയാണ് നമ്മൾ ബേ ലീഫ് എന്ന് പറയുന്നത്. ഇത് ഉണക്കി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ കറികളിലും റൈസുകളിലൊക്കെ ഇടുന്ന ബേ ലീഫ് കേട്ടോ. ഇത് നമ്മുടെ പട്ടയുടെ ഇലയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് നല്ല പരിചയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന് നമ്മൾ വഴനയില എന്ന് പറയും. അപ്പോൾ ഇതിലാണ് ഞാൻ ഇത്തവണ ചക്ക അട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്ന ആ ഒരു രീതി എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അതുകൊണ്ടാണ് ഇത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതിന് മുന്നേ ഓൾറെഡി ഞാൻ ചക്കയപ്പത്തിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇലയ്ക്ക് ഒരു മാറ്റമുണ്ട്. അന്ന് വാഴയിലയിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഇന്ന് നമ്മുടെ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഫോൾഡ് ചെയ്യുമ്പോഴും അതുപോലെ നമ്മളിത് കുക്കായി കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലാട്ടോ അതിന്. ആ ഒരു സ്മെല്ല്, ആ ഒരു ഫ്ലേവറും നമ്മുടെ അപ്പത്തിനും കിട്ടും കേട്ടോ. അതാണ് നമുക്ക് ഈ ഒരു ഇലയിൽ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഇല കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഇത്രയും ഏലക്കായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനൊന്ന് ചതച്ചിട്ട് എൻ്റെ ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ശർക്കരപ്പാനി. ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് ഈ ഒരു ഏലക്കായയുടെ ഫ്ലേവറൊക്കെ ആ ശർക്കരയിലേക്ക് വരുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ അരിച്ചെടുക്കും. കാരണം ഇതിൻ്റെ ഈ ഒരു തൊലിയും ആ ഒരു ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിൻ്റെ ആ ഒരു കഴിക്കാനുള്ള ആ ഒരു ടേസ്റ്റ് പോയി പോകും. അപ്പോൾ അത് കാരണം ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത് ഞാനിനി പൊടിയിലേക്ക് ഇടണം. അപ്പോൾ ഞാനിതിലേക്കൊരു 5 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് പത്തിരിപ്പൊടിയും 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മധുരമുള്ള അപ്പമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. ഞാനൊരു ഒരു പിഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നാളികേരം ഫുള്ള് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ അപ്പത്തിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ആ നാളികേരം ഒന്ന് ഫുള്ള് ഞാൻ ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്ക എടുക്കാം. അപ്പോൾ ചക്ക നല്ലപോലെ വരട്ടി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനതെൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും ഒരുപാട് കട്ടിയില്ല, കാരണം ഞാൻ കുറച്ച് നേരമായി ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടേ. അപ്പോൾ ഇനി ഇത് കൂട്ടി നല്ലപോലെ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചൂടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ആ ഒരു തണുപ്പ് പോയി കിട്ടുകയും ചെയ്യും, നമുക്ക് കുഴയ്ക്കാൻ ഈസിയാവും. അപ്പോൾ ഇതാ ഞാൻ അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പാനി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്നിട്ടത് കുഴച്ചെടുക്കാം കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു ഇലയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അട ഉണ്ടാക്കാം കേട്ടോ. സാധാ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അരിപ്പൊടി വെച്ചിട്ട് കുഴച്ചിട്ട് പത്തിരിക്ക് കുഴയ്ക്കുന്ന പോലെയും നൂൽപുട്ടിന് കുഴയ്ക്കുന്ന പോലെയൊക്കെ കുഴച്ചിട്ട് അതിലേക്ക് നമ്മൾ നാളികേരവും ശർക്കരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കില്ലേ, അതുപോലെ നമുക്ക് ഈ ഒരു ഇലയിൽ ഉണ്ടാക്കാം കേട്ടോ. അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കാരണം ഈ ഒരു നമ്മുടെ പട്ടയുടെ ആ സ്മെല്ല് വരുന്നതും ഫ്ലേവർ വരുമ്പോഴൊക്കെ നമ്മുടെ അടയ്ക്ക് വേറൊരു ടേസ്റ്റും വേറൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇനി അട ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഇലയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവേ. ഈ ചക്കയട മാത്രമല്ല, നമ്മുടെ സാധാ അടയും നമുക്ക് അതിലുണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്താൽ മതി. ഇതുപോലെ പരത്തിയിട്ട് അതിൽ ശർക്കരയും നാളികേരവും വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്താൽ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ഒരു വെറൈറ്റി രീതിയിൽ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിക്കുമ്പോൾ അതിന് നമുക്കൊരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക രസമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി ഇങ്ങനെ ഒരു ഇല കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ മനസ്സിലാവും എങ്ങനെയാണ്. അപ്പോൾ ഞാനിതൊന്ന് കുഴയ്ക്കട്ടെ.
ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും ശർക്കരയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ എൻ്റെ അപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പരുവത്തിലേക്കാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്, എന്നാലേ നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇതാ ഇതുപോലെയാണുള്ളത്. മധുരമൊക്കെ നോക്കി കറക്റ്റാണ്, നമുക്ക് പാകത്തിനുള്ള മധുരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇല എടുക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഇലകൾ. അപ്പോൾ ഇത്രയും ഇലകളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊന്ന് അത് പരത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനെന്താ നിങ്ങൾ പറയുന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ പറയുന്നത് വഴനയില എന്നാണേ പറയുന്നത്. അപ്പോൾ ഞാൻ ഇലയൊക്കെ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് തുടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു 10-15 ഇല ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് മൊത്തം ഞാൻ എൻ്റെ ചക്കയട പരത്തിയെടുക്കും കേട്ടോ. അപ്പോൾ അടയുടെ ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെയാണ്, ആ ഒരു പരുവത്തിലേക്കാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. നമുക്ക് നല്ലപോലെ പ്രസ് ചെയ്ത് ആ ഇലയിൽ ആക്കാൻ പറ്റുന്ന രീതിക്ക്, ഒരുപാട് വെള്ളവും വേണ്ട, എന്നാൽ ഒരുപാട് കട്ടിയായി നമുക്കത് ഇലയിൽ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഇലയിൽ നെയ്യ് തേച്ചിട്ട് അതിലേക്ക് ഈ ഒരു മാവ് പരത്തിയെടുക്കുകയാണ് കേട്ടോ. ഇലയുടെ അതേ ഷേപ്പിലാണ് പരത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. പുറത്തേക്ക് വരുന്നതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും, എന്നിട്ടിത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഇലയിൽ ഞാൻ നെയ്യ് ഉപയോഗിച്ചു, പിന്നെ ഞാൻ നെയ്യൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ. അങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് പരത്തിയെടുക്കട്ടെ കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ മോൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അവനോട് മിണ്ടാതിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി സൗണ്ട് അവൻ ഉണ്ടാക്കും. അത് കാരണം ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാട്ടോ. അപ്പോൾ ഇത് പരത്തി റോൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അപ്പം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോഴേ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. വാഴയിലയിൽ കഴിച്ച് എല്ലാവർക്കും ബോറടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇലയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ ഈ ഫ്ലേവർ ഇഷ്ടപ്പെടാതെ ഇരിക്കാനും ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ പോലെയല്ലേ. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ഇതിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വാഴയിലയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് അവർ കഴിച്ചത്. ഞാൻ കഴിച്ചത് ഇതാണ് കേട്ടോ. എനിക്ക് ഈ ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടമായി. പിന്നെ ഈ ഒരു ഫോൾഡിങ്ങിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാനിത് കൂടുതൽ ട്രൈ ചെയ്യാൻ കാരണം കേട്ടോ. എനിക്കിതൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെയ്തതാണ്. ഇത് ലോക്ക് ചെയ്ത് വെക്കാനും എളുപ്പമാണ്. നമുക്കതിൻ്റെ ആ ഒരു തണ്ട് നമുക്ക് നമ്മുടെ ഇലയിൽ കുത്തിയിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കി വെച്ചത് ലോക്കായിട്ട് ഇരിക്കും കേട്ടോ. ഇതുപോലെയാണ് എൻ്റെ അട ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ സൈഡൊക്കെ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇനി ഇത് നമുക്ക് എല്ലാം പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ആവിയിൽ വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊരു ആവി കയറ്റിയെടുക്കണം. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയും അപ്പം ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതെൻ്റെ ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാൻ പോവുകയാണേ. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും വേണ്ടേ. ഇതിങ്ങനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ.
എനിക്ക് നല്ല ഇഷ്ടമായി ഇത്. ഇപ്പോഴാണ് ഇത് കാണാൻ ഭംഗി കേട്ടോ. അത് ആവി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇലയുടെ കളറൊക്കെ മാറും. അപ്പോൾ ഇത് ഇത്ര ഭംഗിയില്ല. അപ്പോൾ കഴിക്കാൻ മാത്രമേ രസമുള്ളൂ. ഇപ്പോൾ ഇത് പച്ച കളറിൽ കാണുമ്പോഴാണ് ഇത് കൂടുതൽ ഭംഗി കേട്ടോ. അപ്പോൾ ഞാനെന്താ ഇത് ആവിയിൽ വെക്കാൻ പോവുകയാണേ. നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ കാണാനുള്ള ലുക്ക് പോകുമെന്ന്. ആ പച്ച കളറൊക്കെ പോയപ്പോൾ കാണാനുള്ള ലുക്ക് പോയി. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.